ഇറങ്ങിയപ്പോ ഏറ്റവും വലിയ ഒരു റെസ്പോൺസ് ആയിട്ട് തോന്നിയത് എന്താണ്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പ്രേക്ഷകരുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും? മെസ്സേജ് ആയിട്ടാ ഈശ്വര തൂക്കി പറഞ്ഞില്ലെങ്കിൽ നാണം കിടും ഉറപ്പാ. കുറെ കാര്യങ്ങളുണ്ട്. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. കള്ളി, ചപ്പാത്തി കള്ളി, എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. പിന്നെ അനീഷിന്റെ കപ്പെടുത്തോണ്ട് പോയി ഇവള്, അങ്ങനെ എന്തൊരു മെസ്സേജ് മാത്രം വന്നു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇറങ്ങിയതിനു ശേഷം ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ബിഗ് ബോസിൽ? ഇല്ല. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണം. പട്ടാക്കികൾസായിട്ടൊക്കെ ഇനി റീയൂണിയന് സാധ്യത ഞാനിപ്പോ തീരുമാനിച്ചിട്ടില്ല. അഹങ്കാരം പറയല്ലോ. അയ്യോ അവിടെ പാവൊന്നുമല്ല, അവളെ കഴുത്തിന് വെട്ടി നാക്കാം. വിരോധം എല്ലാവരോടും ഇല്ല, എല്ലാരും ആരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കുന്നു. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ? ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി കൊടുക്കരുത്. ഇല്ല, വീട് മിസ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. എന്റെ പൊന്നു നായിട്ട് അവരൊക്കെ അറിയിക്കണം. വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. പിന്നെ ഞാൻ എന്റെ വഴി കൂടെ ഇങ്ങനെ പോകുന്നു, പ്രോഗ്രാമും കാര്യങ്ങളായിട്ട്. ഗോപാലിക്ക് എന്നെ തീരെ വിശ്വാസമില്ല. പൂച്ചല്ലേ പൂച്ച? പൂച്ചകൾ ഒരിക്കലും ചൂടുവെള്ളത്തിൽ ചാടും. അപ്പൊ ഒരു PR കൊണ്ട് മാത്രം ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് അനുഭവം തെളിയിച്ചു. ഒരിക്കലെത്തില്ല. ഹെവനല്ലേ കാണും ഒരു കള്ളൻ. ഞാൻ വെറുതെ പോയിരിക്കുന്നില്ലല്ലോ. അവിടെ ഒരു മൂലയിൽ പോയിരിക്കണമെങ്കിൽ കുറച്ച് 50 ലക്ഷം കൊടുത്തിട്ട് എന്നെ ജയിപ്പിച്ച് വിടാമല്ലോ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. പട്ടിണിയില്ലാണ്ട് ജീവിക്കണം മുകേഷ് അംബാനിയെ പോലെ. അപ്പൊ കരയുന്നതൊക്കെ ഇമോഷണൽ മൊമെന്റ്സ് അത് ജീവിക്കായിരുന്നു, ശരിക്കും ജീവിക്കായിരുന്നു. എനിക്ക് എന്റെ ജീവിത സങ്കല്പങ്ങളാണ് വലുത്. ആ സങ്കല്പങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.